ഹലോ, ഹായ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചിക്കൻ പെരട്ട് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 സവാള ചെറുതാണ്, 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കറിവേപ്പില, ഒരു 10-12 വെളുത്തുള്ളി, കാശ്മീർ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തക്കാളി, മല്ലിച്ചീര, പുതിന, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ചിക്കൻ പെരട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ ഞാൻ ചട്ടി വെച്ച് ചട്ടിയിലൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ സവാള ഇട്ട് കൊടുക്കണം. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വരണം കേട്ടോ, നല്ലപോലെ വഴന്ന് വരണം. ഇന്നെനിക്ക് വെള്ളയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നല്ലപോലെ വാടി വരട്ടെ. ഇതൊരു വിധം വാടിയിട്ടുണ്ട് കേട്ടോ. ഒരു വിധം വാടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് വാടി വരട്ടെ. അതും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി വരുന്നതാണ്. ഇത് ഇട്ടിട്ടൊന്ന് നോക്കിച്ചെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ തക്കാളി ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വാടട്ടെ കിടന്നു. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. ചിക്കൻ കറിയല്ല, ചിക്കൻ പെരട്ട്. കറിയായിട്ട് എടുക്കണില്ല ഞാൻ. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും ഇവിടെ പാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ആവശ്യത്തിന്, പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിച്ചീര പൊടിയാണ്. ഇനിയാണ് ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് പുരണ്ട് വരണം. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് തീ കൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് തീ കുറച്ച് വെക്കണം. ഞാൻ ഇതൊന്ന് പെരട്ടി എടുക്കട്ടെ. കണ്ടോ, ചിക്കൻ ഇങ്ങനെ പെരണ്ട് വരണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഈ ജാറ് ഉള്ളിയൊക്കെ ചതച്ച, വെളുത്തുള്ളിയൊക്കെ ചതച്ച വെള്ളമാണ് വേണ്ട. ആ ജാറ് കഴുകി 2 സ്പൂൺ വെള്ളം ഉണ്ടാകുന്നത്. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അതിനിടയിൽ എനിക്ക് കുറച്ച് വേറെ പണികളുണ്ട്. അലക്കാനിട്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ചിക്കൻ പെരട്ട് എങ്ങനെയായി നോക്കട്ടെ. ഉണ്ട് തീ ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നതാണ്. വളരെ സ്ലിമ്മിലാണ് തീ ഇരിക്കുന്നത്. ഇവിടെ ആയിട്ടുണ്ട്. കൂട്ടി വെക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് ഗരം മസാലപ്പൊടി ഇങ്ങനെ മേളിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരിത്തിരി കുരുമുളക് പൊടി. അത് കഴിഞ്ഞാൽ എല്ലാം മല്ലിച്ചീരയും പുതിനയും കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് സമയം അടച്ചു വെക്കാം. അപ്പോൾ ഇതേ വെള്ളയപ്പം റെഡിയായി. ഇവിടെ തേങ്ങാപ്പാൽ ചിക്കൻ പെരട്ട് കണ്ട. ചിക്കൻ പെരട്ട് ഇത് ഞാൻ വെള്ളയപ്പ ചട്ടിയിൽ ഉണ്ടാക്കിയതാണ്. ഇത് ദോശക്കല്ലിൽ ഉണ്ടാക്കിയ വെള്ളയപ്പം കണ്ട. എനിക്കിതിലുണ്ടാക്കണതാണ് ഇഷ്ടം. ചിക്കൻ പെരട്ട്, ഈ ചിക്കൻ പെരട്ടൊന്ന് ഉപ്പ് നോക്കിയത് ജയാപ്പി. അയ്യേ, കൈ കൊണ്ടെടുക്കൂ. ജയാപ്പി ഇങ്ങനെ വന്നിരിക്കലാണ്. ജയ ഒരു ഇഷ്ടം വെള്ളയപ്പം വെച്ച് കൊടുത്തേടി എൻ്റെ മോനിക്ക്. എന്നാ ടേസ്റ്റ് ഉണ്ടാ?
നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വെള്ളയപ്പം ചിക്കൻ പെരട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.